ഹായ് മക്കളെ, വെൽക്കം ടു എജുപോട്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്ററുകളിലെ വിച്ച് മീൻസ് ഓർഗാനിക് അല്ലാത്ത ബാക്കി ചാപ്റ്ററുകളിലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഓർഗാനിക് മക്കളെ നമ്മൾ ഓൾറെഡി ഇന്നലെ കംപ്ലീറ്റ് 3 ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പം നിങ്ങൾ അത് വീഡിയോ കാണാത്തവർ നിർബന്ധമായിട്ടും ആ വീഡിയോ കാണണം. അത് ഓൾറെഡി കണ്ടു കഴിഞ്ഞതാ. ഇനി നമ്മൾ ബാക്കിയുള്ള 5 ചാപ്റ്ററുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് നിങ്ങൾ ഒരിക്കലും പഠിക്കാൻ ഒഴിവാക്കാൻ പാടില്ല, പഠിക്കണം എന്ന് ഷുവറായിട്ടുള്ള 5 ചാപ്റ്ററുകളിലെ പ്രധാനപ്പെട്ട ടോപ്പിക്ക് മാത്രമാണ് സാറ് പറയാൻ പോണത്. ഓക്കെ അല്ലേ? ഫസ്റ്റ് സൊല്യൂഷനിൽ നിങ്ങൾ പഠിക്കേണ്ട ആദ്യ ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ് ഹെൻറീസ് ലോ. ഹെൻറീസ് ലോ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ പ്രഷർ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സോലിബിലിറ്റിയാ. പ്രഷർ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സോലിബിലിറ്റിയാ. പ്രഷറും സോലിബിലിറ്റിയും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ് എന്ന് പറയുന്ന ആ തിയറിയാണ് മക്കളെ ഹെൻറീസ് ലോ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, ഹെൻറീസ് ലോയിന്റെ ഏതെങ്കിലും 2 അപ്ലിക്കേഷൻ. ഒന്ന് നിങ്ങൾക്കറിയാം, സ്ക്യൂബ ഡൈവേഴ്സിന് അനുഭവപ്പെടുന്ന ബെൻഡ് എന്ന് പറയുന്ന ഡിസീസ്. 2 ഹൈ റേഞ്ചിൽ ട്രക്ക് ചെയ്തു പോകുന്ന ആൾക്കാർക്ക് അനുഭവപ്പെടുന്ന അനോക്സിയ എന്ന് പറയുന്ന ഡിസീസ്. ഇതൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ സോഡ ബോട്ടിൽ ഉണ്ടാക്കുന്ന സമയത്ത്, സോഫ്റ്റ് ഡ്രിങ്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഗ്യാസിനൊക്കെ ഹൈ പ്രഷറിലാണ് ആ ലിക്വിഡിൽ ഡിസോൾവ് ആവാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുക. അതൊക്കെ ഹെൻറീസ് ലോന്റെ അപ്ലിക്കേഷൻസ് ആണെന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. ഫസ്റ്റ് ടോപ്പിക്കാണ് പഠിക്കേണ്ടത്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്നതാണ് മക്കളെ, റൗൾസ് ലോ എന്താന്ന്. എന്താ റൗൾസ് ലോ എന്ന് പറയുന്നത്? നിങ്ങളൊരു വോളറ്റൈൽ ലിക്വിഡ് എടുത്താൽ അവരുടെ പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ആണ്. പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് എ വോളറ്റൈൽ ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ആണെന്ന് പറയുന്ന ആ ലോയെയാണ് നിങ്ങൾ എന്ത് വിളിക്കുക മക്കളെ? റൗൾസ് ലോ എന്ന് വിളിക്കുക. വിച്ച് മീൻസ് ഇപ്പൊ എ എന്ന് പറയുന്ന ആളുടെ പാർഷ്യൽ പ്രഷർ PA ആണെങ്കിൽ, നോക്കണേ, എ എന്ന് പറയുന്ന ആളുടെ എ എന്ന് പറയുന്ന ആളുടെ പാർഷ്യൽ പ്രഷർ PA എന്നാണെങ്കിൽ അത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു കൈ ആണ്, മോൾ ഫ്രാക്ഷൻ ഓഫ് എ ആണ്. PB ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു കൈ ബി, മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ആണ്. പ്രപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് ഈക്വൽ ടു ആക്കുമ്പോൾ PA ഈസ് ഈക്വൽ ടു P0A കൈ ആകും. PB ഈസ് ഈക്വൽ ടു അത് P0B കൈ ബി ആയിട്ട് മാറും. പഠിച്ചു വെക്കണേ. ടോട്ടൽ പ്രഷർ കാണാൻ P ടോട്ടൽ ഈസ് ഈക്വൽ ടു PA പ്ലസ് PB ആണ് എന്നുകൂടി ഓർത്ത് വെച്ചാൽ ഏത് ലോയായി മക്കളെ? നിങ്ങളുടെ റൗൾസ് ലോ നമ്മൾ വൃത്തിക്ക് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരാളുടെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണെന്ന് പറയുന്ന ലോയാണ് മക്കളെ റൗൾസ് ലോ എന്ന് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ്, വാട്ട് ഈസ് നോൺ ഐഡിയൽ ആൻഡ് ഐഡിയൽ സൊല്യൂഷൻ? എടാ, ഏത് സൊല്യൂഷൻ ആണോ റൗൾസ് ലോ ഒബേ ചെയ്യുന്നത് ആ സൊല്യൂഷനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് ഐഡിയൽ സൊല്യൂഷൻ. അപ്പോ ആരാണ് റൗൾസ് ലോ ഒബേ ചെയ്യാത്തത് അയാളെ നിങ്ങൾ വിളിക്കുന്ന പേര് നോൺ ഐഡിയൽ സൊല്യൂഷൻ. അതായത് എന്താ മക്കളെ? റൗൾസ് ലോ ഒബേ ചെയ്യുന്ന ആള് ഐഡിയൽ സൊല്യൂഷനാ, റൗൾസ് ലോ ഒബേ ചെയ്യാത്ത ആള് നോൺ ഐഡിയൽ സൊല്യൂഷൻ ആണ്. പഠിച്ചു വെക്കണം ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്താന്ന് പഠിച്ചു വെച്ചോ. നെക്സ്റ്റ് നോക്കടാ, ആരാണ് അസിയോട്രോപ്പുകൾ? വാട്ട് ആർ അസിയോട്രോപ്പ് എന്ന? ദേ ആർ, ഫസ്റ്റ് പോയിന്റ് എന്താണെന്നറിയോ? ബൈനറി മിക്സ്ചറാ, 2 കമ്പോണന്റ് അടങ്ങിയ മിക്സ്ചറാ, ഹാവിങ് സെയിം കോമ്പോസിഷൻ. എവിടെ മക്കളെ? അത് ലിക്വിഡ് ആയിക്കോട്ടെ വേപ്പർ ആയിക്കോട്ടെ, അതിന്റെ കോമ്പോസിഷൻ ഒരിക്കലും മാറില്ല, സെയിം കോമ്പോസിഷൻ ആയിരിക്കും. ആൻഡ് ബോയിൽ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. 3 പോയിന്റ് കാണണം അസിയോട്രോപ്പിന്റെ ആൻസറിൽ. 1 ബൈനറി മിക്സ്ചറാ, 2 സെയിം കോമ്പോസിഷൻ ഇൻ ലിക്വിഡ് ആൻഡ് വേപ്പർ ഫേസാ, 3 അവര് ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചറും കോൺസ്റ്റന്റാ. ആ 3 പോയിന്റ് കണ്ടാൽ അസിയോട്രോപ്പ് ആണെന്ന് മനസ്സിലാക്കിക്കോണം. മാർക്ക് വീഴും, ഈസിയാണ്. ഓക്കെ അല്ലേ മക്കളെ? നെക്സ്റ്റ്,
ഡിഫൈൻ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ. ആരാ ഈ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്? മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് പറഞ്ഞാൽ ഇത്ര ഉള്ളൂ. 2 ടൈപ്പ് അസിയോട്രോപ്പ് ഉണ്ട്. മാക്സിമം ബോയിലിംഗ് ഉണ്ട്, മിനിമം ബോയിലിംഗ് ഉണ്ട്. മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് പറഞ്ഞാൽ അത് റൗൾസ് ലോയിൽ നിന്ന് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആൾക്കാരാ. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് പറഞ്ഞാൽ അത് റൗൾസ് ലോയിൽ നിന്ന് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആൾക്കാരാ എന്നോർത്ത് വെച്ചാൽ മതി. റൗൾസ് ലോയിൽ നിന്ന് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുമ്പോൾ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പും, നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുമ്പോൾ അത് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പുമാണെന്ന് ഓർത്ത് വെച്ചാൽ നല്ലത്. നെക്സ്റ്റ് മക്കളെ, ഇതിലേതാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ലാത്തത് എന്ന്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ലാത്തത് എന്ന് വേപ്പർ പ്രഷറാണ് ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ലാത്തത്. 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് പഠിക്കാനുള്ളത്. 1 റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, 2 എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, 3 ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, 4 ഓസ്മോട്ടിക് പ്രഷറാ. ഈ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാ ഉള്ളത്. ഇതിൽ വെറും വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയണം. അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിലില്ല. അതുകൊണ്ട് വേപ്പർ പ്രഷർ എന്തല്ല, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ല എന്ന് നിങ്ങൾ പഠിച്ചു വെച്ചോ മക്കളെ. ഓക്കെ അല്ലേ? ഇനി എന്താ ഓസ്മോട്ടിക് പ്രഷർ? ഓസ്മോസിസിന്റെ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കുന്ന ആ പ്രഷറിനെ വിളിക്കുന്ന പേരാ ഓസ്മോട്ടിക് പ്രഷർ. സാധാരണഗതിയിൽ ഹൈ കോൺസെൻട്രേഷൻ ഉള്ള സ്ഥലത്ത് നിന്ന് ലോവറിലേക്ക് ഓസ്മോസിസ് നടക്കുമല്ലോ, ആ ഓസ്മോസിസിനെ തടയുന്ന ആളാണ് ഓസ്മോട്ടിക് പ്രഷർ മക്കളെ. ഇനി റിവേഴ്സ് ഓസ്മോസിസ് എന്താണോ നിങ്ങൾ ഓസ്മോസിസിൽ പഠിച്ചത് അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് മക്കളെ റിവേഴ്സ് ഓസ്മോസിസ്. അത് യൂസ് ചെയ്യുന്ന അപ്ലിക്കേഷൻ എന്താണെന്നറിയോ? പ്യൂരിഫിക്കേഷൻ ഓഫ് സലൈൻ വാട്ടർ. അതായത് ഉപ്പ് വെള്ളത്തിനെ നിങ്ങൾ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യും മക്കളെ? റിവേഴ്സ് ഓസ്മോസിസ് യൂസ് ചെയ്യും. ഒന്ന് അറിഞ്ഞിരുന്നോ? പ്യൂരിഫിക്കേഷൻ ഓഫ് സലൈൻ വാട്ടർ എന്ന് പറയുന്നത് റിവേഴ്സ് ഓസ്മോസിസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ അല്ലേ? ഇനി ആരാണ് ഐസോട്ടോണിക് സൊല്യൂഷൻ? 2 സൊല്യൂഷന്റെ ഓസ്മോട്ടിക് പ്രഷർ സെയിം ആണെങ്കിൽ ആ ടൈപ്പ് സൊല്യൂഷനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് മക്കളെ ഐസോട്ടോണിക് സൊല്യൂഷൻ. സൊല്യൂഷൻ ഹാവിങ് സെയിം ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ സെയിം ഓസ്മോട്ടിക് പ്രഷർ, ഒരേ ഓസ്മോട്ടിക് പ്രഷർ ഉള്ള സൊല്യൂഷനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് ഐസോട്ടോണിക് സൊല്യൂഷൻ. പഠിച്ചു വെക്കണം മക്കളെ, പക്കാ തിയറിയാണ്, പഠിച്ചു വെക്കണം. ഇനി ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, സാറെന്താ സാറേ മറ്റ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറും അതുപോലെ തന്നെ എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റും ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റും എന്ന് പറയാത്തത് എന്താ സാറേ? എടാ, ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, ന്യൂമറിക്കൽസ് എല്ലാം ഉള്ള വീഡിയോ. അതുകൊണ്ട് ഇനിയും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ന്യൂമറിക്കൽസ് ഒക്കെ നമ്മൾ ഓൾറെഡി, എന്താ ന്യൂമറിക്കൽസ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലംസ് കംപ്ലീറ്റ് നമ്മൾ എവിടെ ചെയ്ത് കഴിഞ്ഞു. ഇന്നലെ നമ്മൾ ഓൾറെഡി ഓൾ ന്യൂമറിക്കൽസ് അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ +2 എഡ്യൂപോർട്ടിന്റെ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ വീഡിയോയിൽ സാറ് എല്ലാ പ്രോബ്ലംസും എല്ലാ ടൈപ്പ് ഈ പാഠത്തിൽ വരുന്ന ന്യൂമറിക്കൽസും മൊളാരിറ്റി ആയിക്കോട്ടെ നിങ്ങളെ ഓസ്മോട്ടിക് പ്രഷർ, വാൻ ഡെ ഹോഫ് ഫാക്ടർ, കംപ്ലീറ്റ് പ്രോബ്ലംസ് അതിലുണ്ട്. അതുകൊണ്ട് ഇനി അത് ഇവിടെ പറയൂല, കാരണം പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ ബോറിംഗ് ആവും, ലാഗ് ആവും. അപ്പൊ നിങ്ങൾ ഇന്ന് പറയുന്നത് തിയററ്റിക് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസാ. ഇന്നലെ ലൈവിൽ ഓർഗാനിക് തീർത്തു, അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ വീഡിയോയിൽ ഞാൻ എല്ലാ ന്യൂമറിക്കൽസും എല്ലാ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസും പറഞ്ഞു. അപ്പൊ പൊന്നു മക്കളെ, അത് നിങ്ങൾ ചെയ്ത് പഠിച്ചോണം, അത് നിങ്ങൾ ചെയ്ത് പഠിക്കണം. ഇത് പക്ക തിയററ്റിക്കൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞത് തന്നെയാണ് മക്കളെ, വീണ്ടും പറയാൻ. ഓക്കെ, നെക്സ്റ്റ് ഇലക്ട്രോ കെമിസ്ട്രി, 2ാമത്തെ ചാപ്റ്ററിൽ തിയററ്റിക്കൽ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, റൈറ്റ് ആനോഡ് ആൻഡ് കാഥോഡ് റിയാക്ഷൻസ് ഇൻ ഡാനിയൽ സെൽ. എടാ, വളരെ ഇമ്പോർട്ടന്റ്. ഡാനിയൽ സെൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആനോഡിലെ റിയാക്ഷൻ എല്ലാവർക്കും അറിയാവുന്ന റിയാക്ഷനാ. എന്താ ആനോഡിലെ റിയാക്ഷൻ? സിങ്ക് 2 ഇലക്ട്രോൺ വിട്ടുകൊടുത്ത് Zn2+ ആയിട്ട് മാറും, ആണല്ലോ. കാഥോഡിലെ റിയാക്ഷനും എല്ലാ കുട്ടികൾക്കും അറിയുന്ന റിയാക്ഷനാ. എന്താ? Cu2+ സിങ്ക് കൊടുത്ത 2 ഇലക്ട്രോണ വാങ്ങിയിട്ട് ആരായിട്ട് മാറും? Cu ആയിട്ട് മാറും. ആനോഡ് കാഥോഡായി. വാട്ട് ഈസ് ദ സെൽ പൊട്ടൻഷ്യൽ ഓഫ് ഡാനിയൽ സെൽ? എത്രയാ? 1.1 വോൾട്ടാ. 1.1 വോൾട്ടാണ് മക്കളെ ഒരു ഡാനിയൽ സെല്ലിന്റെ സെൽ പൊട്ടൻഷ്യൽ, EMF എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ, സി ക്വസ്റ്റ്യൻ നോക്ക്. എന്താ സി ക്വസ്റ്റ്യൻ? റൈറ്റ് ദ റെപ്രസെന്റേഷൻ ഓഫ് ഡാനിയൽ സെല്ല്. എങ്ങനെയാടാ? സിങ്ക് എന്ന് പറയുന്ന ആള് Zn2+ ആയി മാറുന്നു. നടുവിൽ 2 വര വരച്ചാൽ അത് സാൾട്ട് ബ്രിഡ്ജ് ആണ്. ആരാ മക്കളെ? സാൾട്ട് ബ്രിഡ്ജ്
ബ്രിഡ്ജ്, ആനോഡ് എഴുതി സാൾട്ട് ബ്രിഡ്ജ് വരച്ചു. ഇനി കാഥോഡിലെ റിയാക്ഷൻ Cu2+ ആരായിട്ട് മാറുന്നു? Cu ആയിട്ട് മാറുന്നു. കാഥോഡിലെ റിയാക്ഷനും എഴുതി. ഇനി മക്കളെ അതിലൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. നേൺസ്റ്റ് ഇക്വേഷൻ എഴുതണല്ലോ. എന്താ നേൺസ്റ്റ് ഇക്വേഷൻ? E cell is equal to പഠിച്ചു വെച്ചോ, E0 cell minus 2.303 RT/NF 2.303 RT/NF log ആരാ? എന്താ ഓവറോൾ റിയാക്ഷൻ ഡാനിയൽ സെല്ലിന്റെ? Zn പ്ലസ് Cu2 പ്ലസ് ഗീവ്സ് Zn2 പ്ലസ് Cu ആണല്ലോ. ഇതിൽ നിങ്ങൾ എഴുതണം സിങ്ക് സോളിഡ, Cu2 പ്ലസ് അക്വസ, Zn2 പ്ലസ് അക്വസ, കോപ്പർ സോളിഡ. വീണ്ടും പറയുന്നു സാറ്, ഒരാൾ സോളിഡ് ആണെങ്കിൽ അയാളുടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 1 ആണ്. സോളിഡിന്റെ കോൺസെൻട്രേഷൻ നിങ്ങൾ 1 ആയിട്ടാണ് എടുക്കേണ്ടത്. അതുകൊണ്ട് ഇവിടെ സോളിഡിന്റെ കോൺസെൻട്രേഷൻ നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ എന്തുമാത്രം എഴുതുക? പ്രൊഡക്റ്റിലുള്ള അക്വസിലുള്ള ആള് ആരാ? കോൺസെൻട്രേഷൻ ഓഫ് Zn2+ ഡിവൈഡഡ് ബൈ റിയാക്ടന്റിലുള്ള അക്വസിലുള്ള ആള് കോൺസെൻട്രേഷൻ ഓഫ് Cu2+ എന്ന് എഴുതിയാൽ എന്ത് ഇക്വേഷൻ ആയി മക്കളെ? നേൺസ്റ്റ് ഇക്വേഷൻ ആയി. അതിന്റെ റെപ്രസെന്റേഷനുമായി നേൺസ്റ്റ് ഇക്വേഷനുമായി. ഏത് സെല്ലിന്റെ? ഡാനിയൽ സെല്ല്. ചോദിച്ചിരിക്കും, ഷുവർ ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോ. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. ഡിസ്ക്രൈബ് ഷീ എന്ന് പറയുന്ന ആളാണ്. ഷീനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനാ പറയുന്നത്. ഷീ എന്ന് പറഞ്ഞാൽ ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യണമെന്നില്ല, നിങ്ങൾ ഇത് മാത്രം ഒന്ന് പഠിച്ചോ. ഷീന്റെ ക്വസ്റ്റ്യനാ പഠിക്കേണ്ടത്. ഷീ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? ഷീ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ബീക്കർ എടുക്കുക, അതിൽ 1 മോളാർ H+ അയോൺസ് ഉള്ള ഒരു സൊല്യൂഷൻ എടുക്കുന്നു. ഓക്കെ, അതിലൂടെ ഞാൻ പ്ലാറ്റിനത്തിന്റെ ഒരു ഇലക്ട്രോഡ് ഇറക്കി വെക്കുന്നു. ആരാ? പ്ലാറ്റിനത്തിന്റെ ഇലക്ട്രോഡ് കടത്തിവിടുന്നു. ഹൈഡ്രജൻ ഗ്യാസ് അറ്റ് 1 ബാർ പ്രഷർ അല്ലെങ്കിൽ 1 atm പ്രഷർ. ആരായി മക്കളെ? ഷീ ഉണ്ടാക്കാൻ പറഞ്ഞ അത്രേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പഠിച്ചു വെച്ചോ. എന്താണ് കോൾഡ്രാഷസ് ലോ? സ്ഥിരം ക്വസ്റ്റ്യനാ. വാട്ട് ഈസ് കോൾഡ്രാഷസ് ലോ? കോൾഡ്രാഷസ് ലോ എന്ന് പറഞ്ഞ അത്രേ ഉള്ളൂ, ഒന്നുമില്ല. ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ആനയോണിൻ്റെയും കാറ്റയോണിൻ്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ സമ്മാനാ പറഞ്ഞത്. വിച്ച് മീൻസ് ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാവില്ല, പക്ഷേ λm0 ഓഫ് NH4Cl ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കാണാൻ പറഞ്ഞാൽ നിങ്ങൾ കാണേണ്ടത് λm0 ഓഫ് NH4+ ആൻഡ് λm0 ഓഫ് Cl-. അതായത് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കാണാൻ പറഞ്ഞാൽ അതിലെ കാറ്റയോണും ആനയോണും തമ്മിൽ ആഡ് ചെയ്താൽ മതി. ആ പറയുന്ന ലോയാണ് മക്കളെ കോൾഡ്രാഷസ് ലോ. എന്തായാലും എൻ്റെ പേര് കോൾഡ്രാഷസ് ലോ. പഠിച്ചു വെച്ചോ. കോൾഡ്രാഷസ് ലോ ചോദിക്കും, ഇമ്പോർട്ടൻ്റ് ആണ്. കോൾഡ്രാഷസ് ലോ കഴിഞ്ഞ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാ. ഇത്രയും ആൾക്കാരെ തന്നിട്ട് ഇതിൽ ആരാ വീക്ക് എന്ന് ചോദിക്കും. പഠിച്ചോ. അസറ്റിക് ആസിഡ് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റാ. അരാസറ്റിക് ആസിഡ് CH3COOH എന്ന് പറയുന്ന അസറ്റിക് ആസിഡ് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ് മക്കളെ. അത് നിങ്ങളുടെ ഓർമ്മയിൽ വേണം, പഠിച്ചു വെക്കണം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. എന്താ? ഫാരഡേന്റെ ഫസ്റ്റ് ലോ ഉണ്ട്, സെക്കൻഡ് ലോ ഉണ്ട്. നിങ്ങളോട് പബ്ലിക്കിന് ചോദിക്കുക, ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് ഒന്നുമില്ല. ഒരു ഇലക്ട്രോഡിന്റെ മുകളിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുന്നതോ ആയ ആളുടെ മാസ് എന്ന് പറയുന്നത് അയാളുടെ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിക്ക് ഈക്വലാ. എന്താ മക്കളെ? എന്താ ഒരു ഇലക്ട്രോഡിന്റെ മുകളിൽ വന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആളുടെ എമൗണ്ട് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ആരാ മക്കളെ? അവിടെ കടത്തിവിടുന്ന ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിക്ക് ഡയറക്ട്ലി പ്രപ്പോർഷണലാ. മാസിനെ M എന്ന് കൊടുത്താൽ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു Q, ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ആണെന്ന് നിങ്ങൾക്കറിയാം. M പ്രപ്പോർഷണൽ ടു നിങ്ങൾക്കറിയാം. Q എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻറ്റു ടൈം ആണ്, IT ആണ്. M is equal to പ്രപ്പോർഷണാലിറ്റി മാറ്റി ZIT. M is equal to ZIT.
ZIT. ഇതിന്റെ പ്രോബ്ലം ഒക്കെ ചെയ്തതാണ്. Z എന്ന് പറഞ്ഞാൽ അത് ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻസ് ആണ്. ആരാ? Z എന്ന് പറഞ്ഞാൽ അത് ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻസ് ആണ് എന്നുകൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ അത് വളരെ നല്ലതാണ്. ഓക്കെ, നെക്സ്റ്റ് മക്കളെ, പ്രൈമറി സെല്ലിൻ്റെ എക്സാമ്പിൾ ഡ്രൈ സെല്ല്, മെർക്കുറി സെല്ലൊക്കെ പ്രൈമറി സെല്ലിൻ്റെ എക്സാമ്പിളാണ്. ഡ്രൈ സെല്ലിൻ്റെ സെൽ പൊട്ടൻഷ്യൽ എത്രയെന്ന് ചോദിച്ചാൽ അത് 1.5 വോൾട്ട് ആണ് എന്ന് പഠിച്ചു വെച്ചോ. 1 മാർക്ക്, സിമ്പിൾ, ഡയറക്റ്റ്, ഒറ്റടിക്ക് വാങ്ങാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ്, ലെഡ് സ്റ്റോറേജ് ബാറ്ററിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഞാനൊന്നും പറയുന്നില്ല. നിങ്ങളൊരു ബാറ്ററിയെ കുറിച്ച് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് അതിൻ്റെ ആനോഡ് ആരാന്ന്. ലെഡ് ആണ് ആനോഡ്. ആരാണ് കാഥോഡ്? ലെഡ് പാക്ഡ് വിത്ത് ലെഡ് ഡയോക്സൈഡ്. ലെഡ് പാക്ഡ് വിത്ത് ലെഡ് ഡയോക്സൈഡ്. ഇലക്ട്രോലൈറ്റ് ആരാന്ന് ചോദിച്ചാൽ 38% സൾഫ്യൂരിക് ആസിഡ് അടങ്ങിയ സൊല്യൂഷൻ ആണ് മക്കളെ അതിൻ്റെ ഇലക്ട്രോലൈറ്റ്. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടതാ, ഞാൻ പറയേണ്ടതല്ല, നിങ്ങൾ പഠിക്കണം. എന്താ പഠിക്കേണ്ടത്? സെൽ റിയാക്ഷൻ. സെൽ റിയാക്ഷൻ ആനോഡിലെയും കാഥോഡിലെയും ഓവറോൾ റിയാക്ഷനും നിങ്ങൾ പഠിച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഒരിക്കലും നമുക്ക് പറ്റിയ കാര്യമല്ല. വെറുതെ ഞാൻ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യമില്ലടാ, നിങ്ങളത് പഠിച്ചെടുക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ലെഡ് സ്റ്റോറേജ് ബാറ്ററിയെ കുറിച്ചുള്ള ഒരു ചെറിയ ഐഡിയ നമ്മൾ പഠിച്ചു. ഓക്കെ, നെക്സ്റ്റ്, H2O2 ഫ്യൂവൽ സെല്ലും അതിൻ്റെ ബെനിഫിറ്റ്സും സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. H2O2 ഫ്യൂവൽ സെല്ല് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഞാൻ ഈ കൊടുത്തിട്ടുള്ളത്. അതിൽ നിങ്ങൾ മനസ്സിലാക്കണം, ആനോഡിൻ്റെ സൈഡിലൂടെ ഞാൻ ഹൈഡ്രജൻ ഗ്യാസ് കടത്തിവിടുന്നു. കാഥോഡിൻ്റെ സൈഡിലൂടെ ഞാൻ ഏത് ഗ്യാസാണ് കടത്തിവിടുന്നത്? കാഥോഡിൻ്റെ സൈഡിലൂടെ ഞാൻ കടത്തിവിടുന്ന ഗ്യാസ് ഓക്സിജൻ ഗ്യാസാണ്. ഇനി അവിടെ ആനോഡിൽ നടക്കുന്ന റിയാക്ഷനും അതുപോലെ തന്നെ കാഥോഡിൽ നടക്കുന്ന റിയാക്ഷനും പഠിക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഓവറോൾ റിയാക്ഷനാണ്. എന്താ ഓവറോൾ റിയാക്ഷൻ? 2H2 + O2 gives 2H2O. ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നിട്ട് വാട്ടർ ഉണ്ടാകുന്നു. അതാണ് അവിടുത്തെ ഓവറോൾ റിയാക്ഷൻ. ഇനി നിങ്ങൾ ഈ H2O2 ഫ്യൂവൽ സെല്ല് വരച്ച് അതിൻ്റെ റിയാക്ഷൻ എഴുതി കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റും. അവിടെ ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യനാ, ബാക്കിയുള്ള സെല്ലുകളെ കമ്പയർ ചെയ്യുമ്പോൾ H2O2 ഫ്യൂവൽ സെല്ലിൻ്റെ ഉപയോഗങ്ങൾ, അഡ്വാൻറ്റേജ് എന്താണ്? ബാക്കിയുള്ള സെല്ലുകളെ കമ്പയർ ചെയ്യുമ്പോൾ H2O2 ഫ്യൂവൽ സെല്ലിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, എടാ ഹയർ എഫിഷ്യൻസിയാ. ബാക്കി സെല്ലുകളെക്കാളും എഫിഷ്യൻസി കൂടുതലാണ് നിങ്ങളുടെ H2O2 ഫ്യൂവൽ സെല്ലിന്. അത് മാത്രമല്ല എക്കോ ഫ്രണ്ട്ലിയാ. കാരണം ഇവിടെ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് വാട്ടറാ. ആ വാട്ടർ പൊല്യൂഷൻ ഒന്നും ക്രിയേറ്റ് ചെയ്യൂല. അതുകൊണ്ട് എക്കോ ഫ്രണ്ട്ലിയാ. ഇവിടെ നിന്ന് കിട്ടുന്ന വെള്ളം നിങ്ങൾക്ക് ഡ്രിങ്കിങ് പർപ്പസിന് യൂസ് ചെയ്യാം. വെള്ളം ഡ്രിങ്കിങ് പർപ്പസിന് യൂസ് ചെയ്യാം. എന്താ ഫസ്റ്റ് പോയിന്റ്? നിങ്ങൾ റിയാക്റ്റന്റ് കൊടുക്കുന്ന കാലത്തോളം ഈ സെല്ല് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യും. അതാ ഫസ്റ്റ് പോയിന്റ്. നിങ്ങൾ റിയാക്റ്റന്റ് സപ്ലൈ ചെയ്യുന്ന സമയത്തോളം ഈ സെല്ല് വൃത്തിക്കാ വർക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം 4 ബെനിഫിറ്റ് ഉണ്ട്, പഠിച്ചു വെച്ചോ. 4 അഡ്വാൻറ്റേജസ് ഓഫ് H2O2 ഫ്യൂവൽ സെല്ല്. നെക്സ്റ്റ് മക്കളെ, റസ്റ്റിങ്ങിനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. എന്താ റസ്റ്റിങ്? ഇരുമ്പ് തുരുമ്പാവുന്ന മെത്തേഡാണ് റസ്റ്റിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ അതിൽ പഠിക്കേണ്ട 3 കാര്യങ്ങൾ: ഓക്സിഡേഷൻ പഠിക്കണം, റിഡക്ഷൻ പഠിക്കണം, അവിടുത്തെ അറ്റ്മോസ്ഫെറിക് ഓക്സിഡേഷൻ പഠിക്കണം. ആരാ റസ്റ്റ് എന്ന് ചോദിച്ചാൽ പഠിച്ചു വെച്ചോ, Fe2O3.XH2O. ഈ ഫോർമുലയിലുള്ള ആളെയാണ് നിങ്ങൾ തുരുമ്പ് അല്ലെങ്കിൽ റസ്റ്റ് എന്ന് വിളിക്കുക. റസ്റ്റ് എന്ന് വിളിക്കുക. ആ റസ്റ്റിംഗ് തടയാനുള്ള മെത്തേഡ് പെയിന്റിങ്, വാർണിഷിങ്, ഗാൽവനൈസേഷൻ. ഒരു മെറ്റലിന്റെ മുകളിൽ സിങ്ക് കോട്ട് ചെയ്യുക, അതിനെ വിളിക്കുന്ന പേരാ ഗാൽവനൈസേഷൻ. സാക്രിഫിഷ്യൽ മെത്തേഡ്, ഒരു മെറ്റലിന് വേണ്ടി വേറൊരു മെറ്റല് സാക്രിഫൈസ് ചെയ്യുക എന്നുള്ളതാ. പേരെന്ന് അറിഞ്ഞിരുന്നാൽ മതി, എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും ചോദിക്കൂല. പിന്നെ ആന്റി റസ്റ്റിംഗ് സൊല്യൂഷൻ, തുരുമ്പ് വരാതിരിക്കാനുള്ള സൊല്യൂഷൻ നിങ്ങൾ അതിന്റെ മുകളിൽ കോട്ട് ചെയ്യുക എന്നുള്ളതും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിവെൻഷൻ ഓഫ് റസ്റ്റിംഗ് മെത്തേഡ്. ഓക്കെ, നെക്സ്റ്റ്, കെമിക്കൽ കൈനറ്റിക്സ്. പ്രോബ്ലം ഞാൻ വീണ്ടും പറയുന്നു, ന്യൂമറിക്കൽസ് ഒന്നും ചെയ്യുന്നില്ലേ? ന്യൂമറിക്കൽസ് ഒക്കെ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ജസ്റ്റ് തിയററ്റിക്കലായിട്ട് നിങ്ങൾ എന്ത് ചാപ്റ്ററുകളിൽ നിന്ന് പഠിക്കണമെന്നാണ് പറയുന്നത്. കെമിക്കൽ കൈനറ്റിക്സ്. കെമിക്കൽ കൈനറ്റിക്സിൽ ആദ്യം റേറ്റ് കോൺസ്റ്റന്റിന്റെ കെയുടെ യൂണിറ്റ് പഠിക്കണം. മോൾ റേസ് ടു 1 - n, ലിറ്റർ റേസ് ടു n-1 സെക്കൻഡ് ഇൻവേഴ്സ്. അപ്പൊ n എന്ന് പറഞ്ഞ ആരാ സാറേ? n എന്ന് പറഞ്ഞ ആ റിയാക്ഷന്റെ ഓർഡർ ആടാ. n എന്ന് പറഞ്ഞ ആ റിയാക്ഷന്റെ ഓർഡർ
ഓർഡറാ. അതായത് മോൾ ലിറ്റർ റേസ് ടു -1 സെക്കൻഡ് ഇൻവേഴ്സ് ആരെ യൂണിറ്റ് ആന്ന് ചോദിച്ചാൽ അത് സീറോ ഓർഡർ റിയാക്ഷന്റെ യൂണിറ്റാ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ കെയുടെ യൂണിറ്റ് ചോദിച്ചാൽ അത് വെറും സെക്കൻഡ് ഇൻവേഴ്സ് ആണ് എന്നുള്ളത് കൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നോ? അപ്പൊ ഏത് ഓർഡർ ചോദിച്ചാലും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ഇക്വേഷൻ ഒന്നാ, മോൾ റേസ് ടു 1 - n ലിറ്റർ റേസ് ടു n-1 സെക്കൻഡ് ഇൻവേഴ്സ്. അതിൽ എന്നിന്റെ സ്ഥാനത്ത് ഓർഡറിന്റെ വാല്യൂ കൊടുത്താൽ അത് സീറോ ഓർഡർ ആയിക്കോട്ടെ ഫസ്റ്റ് ഓർഡർ ആയിക്കോട്ടെ ഏതൊരാളുടെയും റൈറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് നിങ്ങളെ കൊണ്ട് കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് ഇവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് നോക്കടാ, ഓർഡറും മോളിക്കുലാരിറ്റിയും ഡിഫറൻറ്റ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റാ. ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ വളരെ റയറാ. അതായത് ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എക്സാമിന് ചോദിക്കാറുണ്ട്. ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ റേറ്റ് ഇക്വേഷനിലുള്ള ആളുകളുടെ പവർ തമ്മിൽ കൂട്ടിയാൽ, എവിടെ കൂട്ടുക? പവർ തമ്മിൽ കൂട്ടിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആളാണ് മക്കളെ ഓർഡർ. ആരാ മോളിക്കുലാരിറ്റി എന്നറിയോ? എത്ര റിയാക്റ്റന്റ് മോളിക്യൂൾസ് ഒരു റിയാക്ഷനിൽ പരസ്പരം കൊളൈഡ് ചെയ്യുന്നു, കൂട്ടിമുട്ടുന്നു, എത്ര റിയാക്റ്റന്റ് മോളിക്യൂൾസ് ഒരു റിയാക്ഷനിൽ പരസ്പരം കൂട്ടിമുട്ടുന്നു എന്നുള്ള കണക്കാണ് മക്കളെ നിങ്ങളുടെ മോളിക്കുലാരിറ്റി. ഓർഡർ എന്ന് പറയുന്നത് എക്സ്പെരിമെന്റലി കണ്ടെത്തിയതാ, എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റിയാ. മോളിക്കുലാരിറ്റി ഒരു തിയററ്റിക്കൽ ക്വാണ്ടിറ്റിയാ. ഓർഡറിന്റെ വാല്യൂ സീറോയുമാകാം ഫ്രാക്ഷനുമാകാം, ബട്ട് മോളിക്കുലാരിറ്റി സീറോയുമാകാൻ പാടില്ല, ഫ്രാക്ഷനുമാകാൻ പാടില്ല. ഓർഡർ നിങ്ങൾക്ക് എലമെന്ററി റിയാക്ഷനിലും കോംപ്ലക്സ് റിയാക്ഷനിലും അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഒരു റിയാക്ഷൻ ഒരു സ്റ്റെപ്പിൽ നടക്കുകയാണെങ്കിൽ അതിനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് മക്കളെ എലമെന്ററി റിയാക്ഷൻ. ഒരു റിയാക്ഷൻ ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പിലാണ് നടക്കുന്നതെങ്കിൽ അതിനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് മക്കളെ കോംപ്ലക്സ് റിയാക്ഷൻ. അപ്പൊ എലമെന്ററി ആയിക്കോട്ടെ കോംപ്ലക്സ് ആയിക്കോട്ടെ ഓർഡർ കാണാൻ പറ്റും. ബട്ട് മോളിക്കുലാരിറ്റി എലമെന്ററി റിയാക്ഷനിൽ മാത്രമേ പോസിബിൾ ഉള്ളൂ എന്നുള്ളത് കൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കടാ. നെക്സ്റ്റ് എന്താണുള്ളത്? റൈറ്റ് ദ ഇന്റഗ്രേറ്റഡ് എക്സ്പ്രഷൻ ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ. പഠിച്ചോ? സീറോ ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ചോദിച്ചാൽ K is equal to concentration of R0 minus concentration of R/T. എന്താ R0? ഇനീഷ്യൽ കോൺസെൻട്രേഷനാ. എന്താ R? ഫൈനൽ കോൺസെൻട്രേഷനാ. ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ. ഇനി ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ചോദിച്ചാൽ അതിന്റെ ഗ്രാഫ് ചോദിക്കുകയാണെങ്കിൽ ഗ്രാഫ് ഞാൻ അവിടെ വരച്ചിട്ടുണ്ട്, പഠിച്ചോണം, നിങ്ങൾ വരച്ചു പഠിച്ചോണം. നിങ്ങളോട് ഓർഡറിന്റെ ഇക്വേഷൻ ചോദിച്ചാൽ കാണാതെ പഠിച്ചോ. K is equal to 2.303/T log R0/R. എന്താ? log R0/R. ലോഗ് എന്ന് കണ്ടാൽ ഗ്രാഫിലോ അല്ലെങ്കിൽ ഇക്വേഷനിലോ ലോഗ് എന്ന് കണ്ടാൽ അത് ഫസ്റ്റ് ഓർഡറിന്റെ എക്സ്പ്രഷൻ ആണ്. ലോഗ് ഇല്ലെങ്കിൽ അത് സീറോ ഓർഡറിന്റെ എക്സ്പ്രഷനാ. ഗ്രാഫ് തന്നിട്ടേ ഇത് ഫസ്റ്റ് ഓർഡർ ആണോ സീറോ ഓർഡർ ആണോ എന്നൊക്കെ ചോദിച്ചാൽ ലോഗ് എന്ന് എവിടെയെങ്കിലും കണ്ടാൽ അത് ഫസ്റ്റ് ഓർഡർ ആണ്, ലോഗ് എന്ന് പറയുന്ന വാല്യൂ ഇല്ലെങ്കിൽ അത് സീറോ ഓർഡർ ആണെന്ന് പഠിച്ചാൽ ആ കൺസെപ്റ്റ് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് മക്കളെ നോക്ക്, ഒരു ഗ്രാഫ് വന്നിട്ടുണ്ട്, അതിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനും ഓർഡറും പറയണം. എടാ ഇതിൽ എവിടെയെങ്കിലും ലോഗ് ഉണ്ടോ? ലോഗ് ഇല്ലല്ലോ. ഇവിടെ R0, ഇവിടെ R, ലോഗ് ഒന്നുമില്ല. ലോഗ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോ ഇത് സീറോ ഓർഡറാ. അതിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്താ? കുറെ വട്ടമായിട്ട് സാറ് പറയുന്നു, K is equal to concentration of R0 minus concentration of R/T ആണ്. അത് കാരണം ലോഗ് ഇല്ല. ലോഗ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഓർഡർ, ലോഗ് ഇല്ലെങ്കിൽ സീറോ ഓർഡർ. പഠിച്ചു വെച്ചോ. നെക്സ്റ്റ് മക്കളെ, വാട്ട് ഈസ് ഹാഫ് ലൈഫ് പീരീഡ്? എന്താ ഹാഫ് ലൈഫ് പീരീഡ്? ഒരു റിയാക്റ്റന്റിന്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ പകുതിയാവാൻ എടുക്കുന്ന ടൈമിനെ വിളിക്കുന്ന പേരാണ് ഹാഫ് ലൈഫ് പീരീഡ്. എന്താ? റിയാക്റ്റന്റിന്റെ ഫസ്റ്റ് കോൺസെൻട്രേഷൻ, ആദ്യമുള്ള കോൺസെൻട്രേഷൻ ഹാഫ് ആവാൻ എടുക്കുന്ന ടൈമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുന്നത്. ആ ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷനുള്ള എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. ആ ഡെറിവേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. എങ്ങനെ ഡെറിവേഷൻ എന്നറിയോ മക്കളെ? ഫസ്റ്റ് ഓർഡറിന്റെ ഇക്വേഷൻ എന്താ? K is equal to 2.303/T log concentration of R0 by concentration of R. ഇതിൽ ഞാൻ T എങ്ങോട്ട് കൊണ്ടുവരിക, K ഇങ്ങോട്ടും കൊണ്ടുപോവുക. അപ്പൊ T is equal to 2.303/K log
കോൺസെൻട്രേഷൻ ഓഫ് R0/R. ഇനി രണ്ട് കണ്ടീഷൻ അപ്ലൈ ചെയ്യണം. ടിക്ക് പകരം നിങ്ങൾ T½ എന്ന് കൊടുക്കുക, ടൈമിന് പകരം നിങ്ങൾ ഹാഫ് ലൈഫ് T½ എന്ന് കൊടുക്കുക. കോൺസെൻട്രേഷൻ ഓഫ് ആറിന് പകരം നിങ്ങൾ കോൺസെൻട്രേഷൻ ഓഫ് R0/2 എന്ന് കൊടുക്കുക. ആറിന് പകരം നിങ്ങൾ കോൺസെൻട്രേഷൻ ഓഫ് R0/2 എന്ന് കൊടുക്കുക. കൊടുത്തു നോക്ക്. T½ ഈസ് ഈക്വൽ ടു 2.303/K ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് R0 തന്നെ എഴുതുക, ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ആറിന് പകരം R0/2 എന്ന് കൊടുക്കുക. ഇനി ഇത് മുകളിലോട്ട് വരുമ്പോൾ 2/R0 എന്ന് വരും. R0യും നോക്കടാ, ഇത് മുകളിലോട്ട് വരുമ്പോൾ എങ്ങനെ വരിക? 2.303/K ലോഗ് ഇതിനെ റെസിപ്രോക്കൽ എടുക്കുക. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് R0 ഇൻറ്റു 2 കോൺസെൻട്രേഷൻ ഓഫ് R0യും കട്ട്. ലോഗ് 2ന്റെ വാല്യൂ കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്താൽ T½ ഇക്വേഷൻ കിട്ടും 0.693/K. ഹാഫ് ലൈഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ കാണാനുള്ള ഇക്വേഷൻ എന്താ? 0.693/K ആണ് ഹാഫ് ലൈഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ കാണാനുള്ള ഇക്വേഷൻ. അതിങ്ങനെയാണ് മക്കളെ ഡിറൈവ് ചെയ്യുക എന്നുള്ളത് കൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ വളരെ നല്ലത്. നെക്സ്റ്റ് നോക്കടാ, ഇതേ സാധനം തന്നെ, ഒരു മാറ്റമില്ല. ഇതേ മെത്തേഡ് തന്നെ സീറോ ഓർഡറിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എന്താ സീറോ ഓർഡറിന്റെ ഇന്റഗ്രേറ്റഡ് ഹാഫ് ലൈഫിന്റെ ഇക്വേഷൻ? T½ ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് R0/2K. കോൺസെൻട്രേഷൻ ഓഫ് R0/2K ആണ് മക്കളെ T½ ഓഫ് സീറോ ഓർഡർ റിയാക്ഷൻ. ഒന്ന് അറിഞ്ഞിരുന്നാൽ നല്ലത്. ഇനി എന്താണ് അറീനിയസ് ഇക്വേഷൻ, എന്താണ് ആക്ടിവേഷൻ എനർജി എന്ന ക്വസ്റ്റ്യൻ. അറീനിയസ് ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിച്ചോ. K ഈസ് ഈക്വൽ ടു AE⁻⁸ ആരാ? K ഈസ് ഈക്വൽ ടു AE⁻⁸ ഇക്വേഷൻ മാത്രം എഴുതിയാൽ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടൂല. ഓരോ ടേംസും എന്താണെന്ന് പറയണം. K എന്ന് പറഞ്ഞാൽ അത് റൈറ്റ് കോൺസ്റ്റന്റ്, A എന്ന് പറഞ്ഞാൽ അത് അറീനിയസ് പാരാമീറ്റർ ആണ്, അറീനിയസ് കോൺസ്റ്റന്റ് ആണ്. EA ആക്ടിവേഷൻ എനർജിയാ. R എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, T എന്ന് പറഞ്ഞാൽ അത് ടെമ്പറേച്ചർ ആണ്. എല്ലാ ടേമും എഴുതി എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രമേ പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് വരുള്ളൂ. എന്തിൻ്റെ കേസിൽ? അറീനിയസ് ഇക്വേഷന്റെ കേസിൽ. ഇനി എന്താ ആക്ടിവേഷൻ എനർജി? എടാ, നിങ്ങളുടെ റിയാക്റ്റന്റ് മോളിക്യൂള് പ്രൊഡക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള എക്സ്ട്രാ എമൗണ്ട് ഓഫ് എനർജിയെ, എന്താ മക്കളെ? റിയാക്റ്റന്റ് മോളിക്യൂള് പ്രൊഡക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള എക്സ്ട്രാ എമൗണ്ട് ഓഫ് എനർജിയെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് മക്കളെ, എന്താ വിളിക്കുന്നത്? ആക്ടിവേഷൻ എനർജി എന്നാ വിളിക്കുക. പഠിച്ചു വെച്ചോ. റെപ്രസെന്റ് ചെയ്യുക, ഇപ്പൊ പറഞ്ഞ് മറക്കരുത്, EA എന്നാ റെപ്രസെന്റ് ചെയ്യുക. ഇനി ടെമ്പറേച്ചറിന്റെയും കാറ്റലിസ്റ്റിന്റെയും എഫക്റ്റ്. എടാ, ടെമ്പറേച്ചർ കൂടിയാൽ ആ റിയാക്ഷൻ്റെ എന്ത് കൂടും? റേറ്റ് കൂടും. കാറ്റലിസ്റ്റ് ഉണ്ടെങ്കിലും പഠിച്ചോ, കാറ്റലിസ്റ്റ് ഉണ്ടെങ്കിലും ആ റിയാക്ഷൻ്റെ എന്ത് കൂടും? റേറ്റ് കൂടും. കാറ്റലിസ്റ്റ് ഉണ്ടെങ്കിലും ടെമ്പറേച്ചർ ഉണ്ടെങ്കിലും റിയാക്ഷൻ്റെ എന്ത് കൂടും മക്കളെ? റേറ്റ് കൂടും. കാറ്റലിസ്റ്റ് ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക അറിയോ? അവിടെ കൊളീഷൻ കൂടും. നന്നായിട്ട് റിയാക്റ്റന്റ് മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യും. അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോൾ കൊളീഷൻ കൂടിയിട്ട് റിയാക്ഷന്റെ റേറ്റും കൂടും. ഇനി മനസ്സിലാക്കേണ്ടത്, കാറ്റലിസ്റ്റ് ഉണ്ടെങ്കിൽ ആ കാറ്റലിസ്റ്റ് ആക്ടിവേഷൻ എനർജിയെ കുറച്ചുകൊണ്ട് റിയാക്ഷന്റെ റേറ്റ് കൂട്ടും. ആക്ടിവേഷൻ എനർജിയെ കുറച്ചുകൊണ്ട് റിയാക്ഷന്റെ റേറ്റ് കൂട്ടും. ആര് കൂട്ടും മക്കളെ? കാറ്റലിസ്റ്റ് കൂട്ടും എന്നോർത്താൽ നിങ്ങളുടെ മൂന്നാമത്തെ ചാപ്റ്ററിലെ പ്രോബ്ലം ഉണ്ട്. വീണ്ടും പറയുന്നു, എടാ എപ്പോഴും പറയിപ്പിക്കരുത്, പ്രോബ്ലം ഉണ്ട്, ശരിയാണ്, നിങ്ങൾ പ്രോബ്ലം പഠിക്കണം. അതിന്റെ ന്യൂമറിക്കലിന്റെ വീഡിയോ സാർ ചെയ്തിട്ടുണ്ട്. ഇത് പക്കാ തിയററ്റിക്കൽ ആയിട്ട് ആവശ്യമുള്ള ടോപ്പിക് മാത്രം. ഇനി മക്കളെ, D&F ബ്ലോക്ക് എലമെന്റ്സ്, ഇതിൽ ഒരുപാട് തിയറി പറയാനുണ്ട്. അതിൽ ഫസ്റ്റ് കാര്യം, അതൊന്നും ഞാൻ ഇനി കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യൂലേ. K2Cr2O7 പ്രിപ്പറേഷൻ 3 മെത്തേഡ് വെച്ചിട്ടാണ് നിങ്ങൾ K2Cr2O7 പ്രിപ്പറേഷൻ പഠിക്കേണ്ടത്. നോട്ട് ഞാൻ ഷെയർ ചെയ്ത് തരും, ഇനി ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. 3 സ്റ്റെപ്പാണ് K2Cr2O7 ഉണ്ടാക്കാനുള്ള മെത്തേഡ്. ക്രോമൈറ്റ് ഓറിനെ സോഡിയം ക്രോമേറ്റ് ആക്കും. രണ്ടാമത്തെ സ്റ്റെപ്പിൽ സോഡിയം ക്രോമേറ്റിനെ സോഡിയം ഡൈക്രോമേറ്റ് ആക്കും. മൂന്നാമത്തെ സ്റ്റെപ്പിൽ സോഡിയം ഡൈക്രോമേറ്റിനെ പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് ആക്കും. ഇത് നിങ്ങൾ ബൈഹാർട്ട് പഠിക്കേണ്ട
സാധനമാണ്. ഞാനിത് നമുക്ക് ഇടുന്ന് കുറേ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നിർബന്ധമായിട്ടും പഠിക്കണം. പ്രിപ്പറേഷൻ ഓഫ് K2Cr2O7 രണ്ടാമത്തതും നിങ്ങൾ പഠിക്കേണ്ട സാധനമാണ്. ഞാനിതിൽ കൂടുതൽ പറയൂല. പ്രിപ്പറേഷൻ ഓഫ് KMnO4 പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ പ്രിപ്പറേഷനും നിങ്ങൾ വൃത്തിക്ക് പഠിക്കണം. പൊട്ടാസ്യം ഡൈക്രോമേറ്റും അതുപോലെ തന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെയും പ്രിപ്പറേഷൻ വൃത്തിക്ക് എഴുതി പഠിക്കണം, അല്ലെങ്കിൽ മറക്കും. ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, പഠിക്കാതെ ഒരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, നെക്സ്റ്റ് നോക്കടാ, എന്താ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ? എടാ, നിങ്ങൾ ലാന്തനോയിഡ് സീരീസ് എടുക്കുകയാണെങ്കിൽ അതിലൊരു സീരീസിൽ സൈസ് ഇങ്ങനെ ഗ്രാജുവലായിട്ട് കുറഞ്ഞു വരുന്നത് കാണാൻ പറ്റും. എന്താ, ലാന്തനോയിഡ് സീരീസിൽ സൈസ് ഗ്രാജുവലായിട്ട് ഇങ്ങനെ കുറഞ്ഞു വരുന്നത് കാണാൻ പറ്റുമല്ലോ. ആ കുറഞ്ഞു വരുന്നതിനെയാണ് നിങ്ങൾ എന്ത് വിളിക്കുക? ലാന്തനോയിഡ് കൺട്രാക്ഷൻ അല്ലെങ്കിൽ ലാന്തനോയിഡ് കൺട്രാക്ഷൻ എന്നൊക്കെ വിളിക്കുക. ഓക്കെ അല്ലേ മക്കളെ? ഇനി ലാന്തനോയിഡ് കോൺട്രാക്ഷൻ കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താന്ന് പറഞ്ഞാൽ, ഡി ബ്ലോക്കിലെ സെക്കൻഡ് ആൻഡ് തേർഡ് റോയുടെ സൈസ് സിമിലറായി. സെക്കൻഡ് ആൻഡ് തേർഡ് റോയിലെ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ സൈസ് ഏകദേശം സിമിലർ ആണ്. കാരണം ലാന്തനോയിഡ് കോൺട്രാക്ഷനാ. ലാന്തനോയിഡിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി ഏകദേശം സിമിലർ ആവാനും കാരണം ലാന്തനോയിഡ് കോൺട്രാക്ഷനാ. അതുകൊണ്ട് എന്താ പ്രത്യേകത? ആ ലാന്തനോയിഡുകളുടെ ഐസൊലേഷന് ഓലെ സെപ്പറേഷൻ എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാ. എന്തുകൊണ്ടാ ലാന്തനോയിഡിന്റെ സെപ്പറേഷൻ ഡിഫിക്കൽട്ട് ആയത്? ഡ്യൂ ടു ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ആണ്. ഇനി ലന്താനം ഹൈഡ്രോക്സൈഡ് ലുട്ടീസിയം ഹൈഡ്രോക്സൈഡിനെക്കാളും ബേസിക് ആണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ലാന്തനോയിഡ് കോൺട്രാക്ഷനാ. പഠിച്ചു വെച്ചോ, ലാന്തനോയിഡ് കോൺട്രാക്ഷനിന്റെ 3 കോൺസിക്വൻസ് എക്സാമിന് എപ്പോഴും ചോദിക്കും. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പഠിക്കണേ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് നോക്കടാ, സ്ട്രക്ചർ ഓഫ് ക്രോമേറ്റ് ആൻഡ് ഡൈക്രോമേറ്റ് വരച്ച് പഠിച്ചോളൂ. എനിക്കൊന്നും പറയാനില്ല. സ്ട്രക്ചർ ടെട്രാഹിഡ്രൽ ഷേപ്പാണെന്നോ ഞാനൊന്ന് പറഞ്ഞുതരും. ബാക്കി നിങ്ങൾ വരച്ചു പഠിക്കണം. ഇതിൽ എക്സ്ട്രാ ഒന്നും പറയാനില്ല. ക്രോമേറ്റിൻ്റെയും ഡൈക്രോമേറ്റിൻ്റെയും സ്ട്രക്ചറുകൾ വരക്കാൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചോ മക്കളെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെ തന്നെ ചോദിക്കുന്ന ഒരാളാണ് മാംഗനേറ്റും പെർമാംഗനേറ്റും. മാംഗനേറ്റും പെർമാംഗനേറ്റും, മാംഗനേറ്റും പെർമാംഗനേറ്റും. മാംഗനേറ്റിന്റെ ഫോർമുല MnO4 2- ആണെങ്കിൽ പെർമാംഗനേറ്റിന്റെ ഫോർമുല MnO4- ആണ്. രണ്ടും മക്കളെ വരക്കാൻ വേണ്ടി ചോദിക്കും. മാംഗനേറ്റും പെർമാംഗനേറ്റും. തൊട്ടു മുമ്പ് ഡൈക്രോമേറ്റും ക്രോമേറ്റും, ഡൈക്രോമേറ്റും ക്രോമേറ്റും ഡൈക്രോമേറ്റും പഠിച്ചു വെച്ചോ. ഓക്കെ, നെക്സ്റ്റ്, ഡി ബ്ലോക്ക് എലമെന്റുകൾ എന്തുകൊണ്ടാണ് കളർ കാണിക്കുന്നത്? ഡ്യൂ ടു DD ട്രാൻസിഷൻ. ഒരു ഡിയിൽ നിന്നും മറ്റൊരു ഡിയിലേക്കുള്ള ട്രാൻസിഷൻ ആണ്. ആരുടെ ട്രാൻസിഷൻ? ഇലക്ട്രോണിന്റെ ട്രാൻസിഷൻ. ഒരു ഡി ഓർബിറ്റലിൽ നിന്നും മറ്റൊരു ഡി ഓർബിറ്റലിലോട്ട് ഇലക്ട്രോൺ ഇങ്ങനെ ട്രാൻസിസ്റ്റ് ചെയ്യും, ചാടിക്കളിക്കും. അപ്പോൾ ഉണ്ടാവുന്നതാണ് കളേർഡ് കോമ്പൗണ്ട് ഉണ്ടാവും. ഇനി ഒരാൾ കളർ ഉണ്ട്, മറ്റേ ആൾ കളർ ഇല്ല എന്നൊക്കെ ചോദിച്ചാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ Cu+ കളർലെസ് ആണ്, Cu2+ കളർ ഉണ്ട്. ഒരാളെ വെച്ച് ഞാൻ കാണിച്ചുതരാം. കോപ്പറിന്റെ അറ്റോമിക് നമ്പർ 30. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? ആർഗൺ ഉണ്ട്, അതിൻ്റെ കൂടെ 3D ഉണ്ട്, 4s ഉണ്ട്. 4s1 3D10 എന്നാണല്ലോ നമ്മൾ എഴുതുക അല്ലേ? അപ്പോൾ കോപ്പറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, കോപ്പറിൻ്റെ 30 അല്ല മക്കളെ, കോപ്പറിൻ്റെ എത്രയായിരുന്നു? കോപ്പർ 29 അല്ലേ? കോപ്പർ 29 അല്ലേ? കോപ്പർ 29 ആണ്. 29 അല്ലേ? സ്കൂൾ ടൈമിൽ വിക്രമൻ ഫീ കൊടുക്കാതെ നിൽക്കുമ്പോൾ. യെസ്, കോപ്പർ 29. 29 നിങ്ങൾക്കറിയുന്ന ഒരു കാര്യമാണ്, പഠിച്ചോ. ആർഗൺ 3D10 4s1. നിങ്ങൾ കോപ്പറിനെ 2+ ആക്കി. എന്താ 2+ എന്ന് പറഞ്ഞാൽ 2+ ഉള്ള ആള്. അപ്പൊ 2 ഇലക്ട്രോണിനെ കോപ്പർ കൊടുക്കണമല്ലോ. ഒരു ഇലക്ട്രോണിനെ 4s കൊടുക്കും, ഒരു ഇലക്ട്രോണിനെ 3D കൊടുക്കും. അപ്പൊ 3Dയിൽ 9 ആണെങ്കിൽ നിങ്ങൾ 3D വരക്കുക. ഇതാ 3D വരച്ചു. 9 ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്യണം. 1 2 3 4 5 6 7 8 9. പക്ഷെ ഇവിടെ ഒരാൾ അൺപെയർഡ് ഉണ്ട്. പഠിച്ചു വെച്ചോ, അൺപെയർഡ് ഇലക്ട്രോൺ എവിടെയെങ്കിലും കണ്ടാൽ, അൺപെയർഡ് ഇലക്ട്രോൺസ് എവിടെയെങ്കിലും കണ്ടാൽ അയാൾ എന്താണ്? കളേർഡ് ആണ്. പഠിച്ചു വെക്കണേ, അൺപെയർഡ് ഇലക്ട്രോൺസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ എന്താണ് മക്കളെ? കളേർഡ് ആണ്. ഒരാൾ കളർ ആവണമെങ്കിൽ അവിടെ അൺപെയർഡ് ഇലക്ട്രോൺസ് വേണം. അപ്പൊ Cu+ എന്താ കളർ ഉണ്ടാവാതിരിക്കുക? അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല. എല്ലാവർക്കും പെയർ ഉണ്ടെങ്കിൽ അത് നോട്ട് കളർ ഇല്ല, കളർലെസ് ആണ്. കളർ ഇല്ല എന്ന് ഓർത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ്
ഇത് നിങ്ങൾക്കറിയാം, വളരെ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രാൻസിഷൻ എലമെന്റിന്റെ കോമ്പൗണ്ട് KMnO4ഉം K2Cr2O7 പറയണ്ട. ട്രാൻസിഷൻ എലമെന്റ് എന്തുകൊണ്ടാണ് ഒരുപാട് കോർഡിനേഷൻ കോംപ്ലക്സ് കാണിക്കുന്ന ഒരു എലമെന്റുകളാണ് ട്രാൻസിഷൻ എലമെന്റ്. എന്തുകൊണ്ടാ വെച്ചാൽ 4 റീസൺ. അവരുടെ സൈസ് സ്മോൾ ആണ്, അവരുടെ ചാർജ് കൂടുതലാണ്, പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽസ് പ്രസന്റ് ആണ്, അതുപോലെ തന്നെ അവരുടെ ഓക്സിഡേഷൻ നമ്പർ ഡിഫറൻ്റ് ആണ്. 4 പോയിന്റ് നിങ്ങൾ പഠിക്കണേ പൊന്നുമക്കളെ. എന്തുകൊണ്ടാണ് ഡി ബ്ലോക്ക് എലമെന്റ് കോംപ്ലക്സ് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ കോർഡിനേഷൻ കോമ്പൗണ്ട് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൽ നിങ്ങൾ 4 കാര്യങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, യെസ്. നെക്സ്റ്റ് എന്താണ് മിഷ് മെറ്റൽ? എന്താ മിഷ് മെറ്റൽ എന്ന് പറഞ്ഞാൽ 95% ലാന്തനോയിഡ് മെറ്റലും പഠിച്ചോ, 95% ലാന്തനോയിഡ് മെറ്റലും അതുപോലെ തന്നെ 5% അയേൺ ഇരുമ്പും കുറച്ച് സൾഫർ, കാർബൺ, കാൽഷ്യം, അലുമിനിയൊക്കെ അടങ്ങിയിട്ടുള്ള ആ മിക്സ്ചറിനെ വിളിക്കുന്ന പേരാണ് മിഷ് മെറ്റൽ. എന്താ മിഷ് മെറ്റൽ പറഞ്ഞ 95% ലാന്തനോയിഡും 5% അയോണും കുറച്ച് എമൗണ്ട് ഓഫ് കുറച്ച് എമൗണ്ട് ഓഫ് സൾഫർ, കാർബൺ, കാൽഷ്യം, അലൂമിനിയം ഒക്കെ അടങ്ങിയിട്ടുള്ള ആ മിക്സ്ചറിനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് മക്കളെ മിഷ് മെറ്റൽ എന്ന് വിളിക്കും. ക്ലിയർ? ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ലാന്തനോയിഡുകൾ കോമൺ ആയിട്ട് കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയെന്ന് ചോദിച്ചാൽ അത് +3 ആണ്. ലാന്തനോയിഡുകൾ കോമൺ ആയിട്ട് കാണിക്കുന്ന ഓക്സിഡേഷൻ നമ്പർ എത്രയെന്ന് ചോദിച്ചാൽ അത് +3 ആണ്. പഠിച്ചു വെച്ചോ. ക്ലിയർ? നെക്സ്റ്റ് കോർഡിനേഷൻ കോമ്പൗണ്ട്. ലാസ്റ്റ് ആണ്. പ്രോബ്ലം ചെയ്യുന്നില്ല സാറ്, വീണ്ടും പറയുന്നു സാറ് പ്രോബ്ലം ചെയ്യുന്നില്ല. കാരണം എന്താ കാരണം നമ്മൾ ഓൾറെഡി ന്യൂമറിക്കൽസ് ചെയ്ത് കഴിഞ്ഞു. ഓർഗാനിക് ഡിസ്കസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാ? ഓർഗാനിക് ഇന്നലെ ഓൾറെഡി 3 ചാപ്റ്ററും കംപ്ലീറ്റ് ആയിട്ട് പഠിപ്പിച്ചു. ഇന്ന് ക്വസ്റ്റ്യനും ചെയ്യും രാത്രി. അപ്പം നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, കോർഡിനേഷൻ കോമ്പൗണ്ട് ചാപ്റ്റർ 5. എടാ, ആദ്യത്തെ ക്വസ്റ്റ്യൻ പ്രൈമറി വാലൻസി ആൻഡ് സെക്കൻഡറി വാലൻസി. പ്രൈമറി വാലൻസിയും സെക്കൻഡറി വാലൻസിയും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചാൽ ഫസ്റ്റ് ഡിഫറൻസ്, ഇത് അയോണൈസബിൾ ആണ്, അയോണുകളാക്കി മാറ്റാൻ പറ്റും. ഇത് നോൺ അയോണൈസബിൾ ആ. ഇതിന് ഡയറക്ഷൻ ഇല്ല, നോൺ ഡയറക്ഷണലാ. ഇത് ഡയറക്ഷണലാ. ഇത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് എ മെറ്റൽ. ഒരു മെറ്റലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണാൻ പറ്റുന്ന വാലൻസി പ്രൈമറി വാലൻസിയ. കോർഡിനേഷൻ നമ്പർ കാണാൻ പറ്റുന്ന വാലൻസി സെക്കൻഡറി വാലൻസിയ. എപ്പോഴും ഇത് കാണിക്കാൻ നെഗറ്റീവ് അയോൺസ് ആണ്. ഇത് നെഗറ്റീവും ന്യൂട്രൽ അയോൺസും ഈ സെക്കൻഡറി വാലൻസി കാണിക്കാറുണ്ട് എന്നുള്ളതാണ് അവിടെ പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പ്രൈമറി വാലൻസിയുടെ കാര്യങ്ങൾ മാത്രം ഒന്ന് പഠിച്ചു വെക്കുക. സെക്കൻഡറി വാലൻസിയുടെ കാര്യങ്ങൾ പഠിക്കണ്ട. എന്താ കാരണം? പ്രൈമറിയിൽ എന്താണോ പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് മക്കളെ സെക്കൻഡറി വാലൻസി. അപ്പൊ പ്രൈമറി പഠിക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് സെക്കൻഡറിന്ന് തലി കയറ്റുക. തീർന്ന്. നെക്സ്റ്റ് മക്കളെ, എക്സ്പ്ലെയിൻ ഹോമോലിപ്റ്റിക് ആൻഡ് ഹെട്രോലെപ്റ്റിക് കോംപ്ലക്സ്. ഹോമോലിപ്റ്റിക് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ആരാ? ഒരു ടൈപ്പ് ലിഗാൻഡ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതിൽ NH3 ആണല്ലോ ലിഗാൻഡ്. NH3 ആണല്ലോ മക്കളെ ലിഗാൻഡ്. CO എന്ന് പറയുന്നത് ആരാ? സെൻട്രൽ മെറ്റൽ ആറ്റമാണ്. CO എന്ന് പറയുന്നത് സെൻട്രൽ മെറ്റലാണ്. ഒരു ലിഗാൻഡ് മാത്രം ഉള്ളെങ്കിൽ അത് ആരാ? നിങ്ങളുടെ ഹോമോലെപ്റ്റിക് കോംപ്ലക്സാ. ഇവിടെ നോക്ക്, NH3 ഉണ്ട്, ക്ലോറിൻ ഉണ്ട്. 2 ലിഗാൻഡുകൾ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ലിഗാൻഡുകൾ ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ വിളിക്കുന്ന പേര് ഹെട്രോലെപ്റ്റിക് കോംപ്ലക്സാ. ഒരു ടൈപ്പ് ലിഗാൻഡ് മാത്രമാണെങ്കിൽ ഹോമോലെപ്റ്റിക് കോംപ്ലക്സ്. ഒന്നിൽ കൂടുതൽ ടൈപ്പ് ലിഗാൻഡുകൾ ഉണ്ടെങ്കിൽ ഹെട്രോലെപ്റ്റിക് കോംപ്ലക്സ്. പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ്, ആരാണ് ഇതിലൊരു ആംബിഡന്റ് ലിഗാൻഡ് എന്ന് ചോദിച്ചാൽ അത് SCN- ആ. ഒരാൾക്ക് 2 രീതിയിൽ ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ആംബിഡന്റ് ലിഗാൻഡാ. SCN- NCS- ആയിട്ട് നിൽക്കാൻ പറ്റും. അതേപോലെ CN- ആൻഡ് NC- കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ ആംബിഡന്റ് ലിഗാൻഡാ. എന്താണ് ചിലൈറ്റ് ലിഗാൻഡ്? റിംഗ് ടൈപ്പ് സ്ട്രക്ചറിനെ ഫോം ചെയ്യാൻ പറ്റുന്ന ആളുകളെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്? ചിലൈറ്റ് ലിഗാൻഡ് എന്ന് പറയുന്നത്. റിംഗ് ടൈപ്പ് സ്ട്രക്ചർ ഫോം ചെയ്യാൻ പറ്റുന്ന ആളെ വിളിക്കുന്ന പേര് ചിലൈറ്റ് ലിഗാൻഡ്. അതിന്റെ ഒരു എക്സാമ്പിൾ ചോദിച്ചാൽ എത്തിലീൻ ഡൈ അമീൻ ആണ്. ആരാ മക്കളെ? എത്തിലീൻ ഡൈ അമീൻ. EN എന്ന് പറയുന്ന ആള് ചിലൈറ്റിംഗ് ലിഗാൻഡിന്റെ എക്സാമ്പിൾ ആണ്. റിംഗ് ഉണ്ടാക്കാൻ പറ്റുന്ന ലിഗാൻഡ്. ഓക്കെ, യെസ്. നെക്സ്റ്റ്, ഓക്സിഡേഷൻ നമ്പർ കാണാനാ. ഒരൊറ്റ എക്സാമ്പിൾ സാറ് കാണിച്ചു തരും, പഠിച്ചോ. ഓക്സിഡേഷൻ നമ്പർ കാണണം. ഇതിലുള്ള ആരാ? കൊബാൾട്ട് NH3 6 ടൈംസ് Cl, ഇവിടെ Cl2.
ഓക്കെ അല്ലേ? ഇനി ഓക്സിഡേഷൻ നമ്പർ കാണാൻ വേണ്ടി പറയും. കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ നമ്പർ കാണണം. അയാളെ നമ്മൾ എക്സ് എന്ന് കൊടുത്തു. ക്ലോറിൻ ഒന്നിന് -1 അപ്പൊ രണ്ടെണ്ണത്തിന് -2. ഇത് -2 ആണെങ്കിൽ കോംപ്ലക്സിന്റെ മൊത്തത്തിലുള്ള ചാർജ് +2 ആയിരിക്കും. ഓക്കെ അല്ലേ? പുറത്തുള്ള ആൾക്ക് -2 ആണ്, അപ്പൊ കോംപ്ലക്സിന്റെ ടോട്ടൽ ചാർജ് +2 ആയിരിക്കും. അങ്ങനെയാണ് ഇയാൾക്ക് എക്സ് കൊടുത്തു. അമോണിയക്ക് ചാർജ് ഇല്ല, അത് 0 ആണ്. ക്ലോറിൻ ഇവിടെ -1 ആണ്. ഇതൊക്കെ പാടെ കൂട്ടിയാൽ +2 കിട്ടണം. അപ്പോൾ x + 0 - 1 ഈസ് ഈക്വൽ ടു +2 എന്ന് കിട്ടണം. അപ്പോൾ x ഈസ് ഈക്വൽ ടു +2 + 1. ഇത് അങ്ങോട്ട് പോകുമ്പോൾ +1 ആയല്ലോ. അപ്പോൾ x ഈസ് ഈക്വൽ ടു എത്രയാ? +3. അതായത് കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് +3 ആണ്. അപ്പൊ നിങ്ങൾ പുറത്തുള്ള ആളുടെ ചാർജ് നോക്കുക, അത് -2 ആണ്. അപ്പൊ ഇപ്പുറത്ത് എന്താ? +2. ഈ +2ക്ക് എത്തിക്കണം. ഇതൊക്കെ പാടെ കൂട്ടിയാൽ +2 കിട്ടണം. അപ്പൊ ഇത് -1 ആണ്, അമോണിയ 0 ആണ്, ഇയാൾക്ക് +3 എന്ന് കൂട്ടിയാൽ കിട്ടും. എക്സിന്റെ വാല്യൂ കണ്ടെത്തി. ഇങ്ങനെയാണ് മക്കളെ നിങ്ങളൊരു സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തുക. ആരോ ഓക്സിഡേഷൻ നമ്പറാണ് കണ്ടെത്തുന്നത്? സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ, ലിഗാൻഡിന്റെ അല്ലേ, സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ. ഓക്കെ, നെക്സ്റ്റ് പേരിടാൻ IUPAC നെയിമിംഗ് ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട്സ്. താഴെ തന്നിരിക്കുന്ന കോമ്പൗണ്ടുകളുടെ പേര് കൊടുക്കണടാ, വളരെ ഇമ്പോർട്ടൻ്റ്. പേര് കൊടുക്കണമെങ്കിൽ ഈ ചാർട്ട് അല്ലെങ്കിൽ ഈ ടേബിൾ ഒന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓരോ ലിഗാൻഡും അവരുടെ IUPAC നെയിമും പഠിക്കണം. അവരുടെ കോമൺ നെയിം നിങ്ങൾ പഠിച്ചില്ലെങ്കിലും പ്രശ്നമില്ല, നിങ്ങൾ IUPAC പേര് പഠിക്കണം. എങ്ങനെയാ പേരിടാന്നറിയോ? ഒരാളുടെ ഞാൻ കാണിച്ചു തരാം, ശ്രദ്ധിച്ചോ മക്കളെ. CONH3 ഇവിടെ Cl3. ഇത് ആദ്യം ഏത് കോംപ്ലക്സ് ആ നോക്കുക. 2 ടൈപ്പ് കോംപ്ലക്സ് ഉള്ളത്, ആനയോണിക്കും കാറ്റയോണിക്കും. കാറ്റയോണിക് എന്ന് പറഞ്ഞാൽ ഈ കോംപ്ലക്സിന്റെ ചാർജ് പ്ലസ് ആവും, ആനയോണിക് എന്ന് പറഞ്ഞാൽ ഈ കോംപ്ലക്സിന്റെ ചാർജ് മൈനസ് ആവും. അതൊന്ന് ചെക്ക് ചെയ്യണം. ക്ലോറിൻ 3 ക്ലോറിൻ എന്ന് പറഞ്ഞാൽ -3 അങ്ങനെയാണെങ്കിൽ കോംപ്ലക്സ് എന്താ? +3. അപ്പൊ കോംപ്ലക്സിന് പോസിറ്റീവ് അല്ലേ, അതുകൊണ്ട് ഇത് ഏത് കോംപ്ലക്സാ? കാറ്റയോണിക് കോംപ്ലക്സ് ആടാ. ഇത് കോംപ്ലക്സാ, കാറ്റയോണിക് കോംപ്ലക്സ് ആടാ കുട്ടികളെ. ഇനി ശ്രദ്ധിച്ചോ, കാറ്റയോണിക് കോംപ്ലക്സ് ആണല്ലോ സാറേ, ഇനി എന്താ ചെയ്യുക? ഇനി ചെയ്യേണ്ടത് ഓക്സിഡേഷൻ നമ്പർ ഓഫ് കൊബാൾട്ട് കാണാം. എക്സ് കൊടുക്കുക. എക്സ് ഇരുട്ടെ, ഈ ബോർഡ് ഇടക്കൊന്ന് ക്ലിയർ ആവുന്നില്ല, എന്തോ ഒരു പ്രശ്നം. എക്സ് കൊടുത്തു കഴിഞ്ഞാൽ അമോണിയയുടെ ചാർജ് 0 ആണ്. പഠിച്ചോ? ഇത് +3 ആണെങ്കിൽ ഇവിടെ എക്സും +0 +3 കിട്ടണമെങ്കിൽ എക്സും എന്താവണം? +3 ആവണം. വിച്ച് മീൻസ് കൊബാൾട്ടിന്റെ ചാർജ് എന്താ? +3 ആണ്. ഇനി നിങ്ങൾ കാറ്റയോണിക് കോംപ്ലക്സ് ആണെങ്കിൽ ആദ്യം ലിഗാൻഡിന് പേര് കൊടുക്കുക. കാറ്റയോണിക് കോംപ്ലക്സ് ആണെങ്കിൽ ആദ്യം ലിഗാൻഡിന് പേര് കൊടുക്കുക. 6 NH3 ഉണ്ട്. NH3ന്റെ പേരെന്താടാ? NH3ന്റെ പേരാണ് അമീൻ. എന്താ NHന്റെ പേര്? അമീൻ എന്നാ പേര്. 6 ഉണ്ടായത് കൊണ്ട് നിങ്ങൾ കൊടുക്കണം ഹെക്സാ അമീൻ. എന്താ പേര്? ഹെക്സാ അമീൻ. 6 അമീൻ. അപ്പൊ ഫസ്റ്റ് കാറ്റയോണിക് കോംപ്ലക്സ് ആണെങ്കിൽ ആദ്യം പേര് കൊടുക്കേണ്ടത് ആർക്കാ പേര് കൊടുക്കേണ്ടത്? ഇയാളുടെ ലിഗാൻഡിന് പേര് കൊടുക്കുക. പിന്നെ മെറ്റൽ എഴുതാം. മെറ്റൽ കൊബാൾട്ട് തന്നെ എഴുതാം. കൊബാൾട്ട് തന്നെ എഴുതി ബ്രാക്കറ്റിൽ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാ? 3 ആണ്. കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 3 എന്ന് എഴുതി. കൊബാൾട്ട് 3. ബാക്കി പുറത്തുള്ള ആൾ ക്ലോറിൻ ആണ്. 3 അടിച്ചിട്ട് പുറത്ത് കൊണ്ട് ട്രൈ ഒന്നും എഴുതണ്ട, കാരണം അത് ലിഗാൻഡ് ഒന്നും അല്ലല്ലോ. അപ്പോൾ വെറുതെ എങ്ങനെ ക്ലോറൈഡ് എന്ന് എഴുതിയാൽ മതി. എന്ത് എഴുതിയാൽ മതി? ക്ലോറൈഡ്. എന്താ പേര് മക്കളെ? ഹെക്സാ അമീൻ കൊബാൾട്ട് 3 ക്ലോറൈഡ്. ഇനി ഇതേപോലെ തന്നെ ഒരു ആനയോണിക് കോംപ്ലക്സ് സാറ് കാണിച്ചു തരാടാ. K2ZnOH 4 times. ഇതാണ്, അത് കാണിച്ചത്. ആ ക്വസ്റ്റ്യൻ C ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഓക്കെ, B ക്വസ്റ്റ്യങ്ങൾ ചെയ്തിട്ട് കമൻ്റ് ഒന്ന് ചെയ്യണേ. B ക്വസ്റ്റ്യൻ്റെ ആൻസറുകളൊന്ന് ചെയ്തിട്ട് പേരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ജസ്റ്റ് നോക്കും. K2ZnOH 4 times. പൊട്ടാഷ്യം 1ന് +1 രണ്ടെണ്ണത്തിന് +2 ആണ്. അപ്പോൾ ഇത് +2 ആണെങ്കിൽ ഇത് -2. എടാ കോംപ്ലക്സിന് ഇവിടെ മൈനസ് ചാർജാ. അപ്പോൾ അത് എന്ത് കോംപ്ലക്സാ? ആനയോണിക് കോംപ്ലക്സ് ആണ്. കോംപ്ലക്സിന് മൈനസ് ചാർജ് ആണെങ്കിൽ എന്ത് കോംപ്ലക്സാ? ആനയോണിക് കോംപ്ലക്സ് ആണ്, മൈനസ് ആണ്. ഇനി സിങ്കിന്റെ ഓക്സിഡേഷൻ നമ്പർ എക്സ് വെച്ച് കണ്ടെത്തണം. OH 1ന് -1 4 -4. അപ്പോൾ എക്സ് പ്ലസ് -4 ഈസ് ഈക്വൽ ടു -2. എക്സ് ഈസ് ഈക്വൽ ടു -2 + 4. ആൻസർ +2. വിച്ച് മീൻസ് സിങ്കിന്റെ ഓക്സിഡേഷൻ നമ്പർ +2 ആണെന്ന് നമുക്ക്
ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സിങ്ക് +2 ആണ്. പക്ഷേ ഈ കോംപ്ലക്സ് മക്കളെ കാറ്റയോണിക് അല്ല, ആനയോണിക് ആണ്. ആനയോണിക് ആണെങ്കിൽ ആദ്യമുള്ള ആൾക്ക് പേര് കൊടുക്കുക. ആദ്യമുള്ള പുറത്തുള്ള ആളല്ലേ, കെ എന്ന് പറഞ്ഞാൽ അത് ആരാ മക്കളെ? പൊട്ടാസ്യമാണ്. അതിന് 2 ഇടിച്ചിട്ട് 2 ഒന്നും കൊടുക്കണ്ട, പുറത്തുള്ള ആള് പൊട്ടാസ്യം എന്ന് മാത്രം എഴുതുക. പിന്നെ ലിഗാൻഡ് OH ലിഗാൻഡ് ആണെങ്കിൽ അതിൻ്റെ പേരെന്താ മക്കളെ? OH ലിഗാൻഡ് ആണെങ്കിൽ അതിൻ്റെ പേര് ഹൈഡ്രോക്സിഡോ. എന്താ പേര്? ഹൈഡ്രോക്സിഡോ കൊടുത്തു. ഹൈഡ്രോക്സിഡോ. എത്ര ഹൈഡ്രോക്സിഡോ ഉണ്ട്? അത് സാറ് പറയാൻ മറന്നു. എത്ര ഹൈഡ്രോക്സിഡോ? 4 ഹൈഡ്രോക്സൈഡ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അത് കൊടുക്കണേ, മറക്കരുത്. ടെട്രാ 4 ആണെങ്കിൽ ടെട്രാ ഹൈഡ്രോക്സിഡോ. ലാസ്റ്റുള്ള മെറ്റൽ ആറ്റം സിങ്കിന്റെ പേര് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ, സിങ്കേറ്റ് എന്ന് കൊടുക്കണം. എന്തുകൊണ്ടാ ATE എന്ന് ലാസ്റ്റ് കൊടുത്തത്? ബിക്കോസ് ഇത് ആനയോണിക് കോംപ്ലക്സാ. ആനയോണിക് കോംപ്ലക്സിൽ മെറ്റലിന്റെ പേരിന്റെ കൂടെ എപ്പോഴും ATE എന്ന് ചേർക്കണം. സിങ്കേറ്റ്. അയൺ ഇരുമ്പാണെങ്കിൽ ഫെറൈറ്റ്, ലാസ്റ്റ് ATE എന്ന് ചേർക്കാൻ മറക്കരുതേ, ഇമ്പോർട്ടന്റ് ആണ്. എന്നിട്ട് ബ്രാക്കറ്റിൽ ഓക്സിഡേഷൻ നമ്പർ എഴുതുക. എത്രയാ? 2 ആണ് ഓക്സിഡേഷൻ നമ്പർ. സിങ്കിന്റെ 2 അല്ലേ, 2 എഴുതി. ഇതാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോംപ്ലക്സുകൾക്ക് നെയിമിങ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. ഇനി അത് കഴിഞ്ഞാൽ എപ്പോഴും ചോദിക്കുന്ന ആൾക്കാരാണ് ഐസോമറിസം. ഇത് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. നിങ്ങൾ 4 ഐസോമറിസം പഠിക്കണം. അയോണൈസേഷൻ, ലിങ്കേജ്, കോർഡിനേഷൻ, സോൾവേറ്റ് പഠിച്ചു വെക്കണേ. 4 ഐസോമറിസം ഞാൻ നോട്ടിൽ കൊടുക്കും, ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അയോണൈസേഷൻ, ലിങ്കേജ്, കോർഡിനേഷൻ, സോൾവേറ്റ്. സ്ട്രക്ചറൽ ഐസോമറിസം ആണ്. എന്താ സ്ട്രക്ചറൽ ഐസോമറിസം എന്ന് പറഞ്ഞാൽ? അവരുടെ മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കും, പക്ഷെ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആയിരിക്കും. മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കും, സ്ട്രക്ചർ ഡിഫറെൻ്റ് ആയിരിക്കും. ആ ടൈപ്പ് ഐസോമറുകളെയാണ് നിങ്ങൾ സ്ട്രക്ചറൽ ഐസോമറിസം എന്ന് വിളിക്കുക. അതാണ് ആ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് നോക്കടാ. ഇനി ഇത് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോ. ഈ ക്വസ്റ്റ്യനും കൂടി ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. COF6 3- എന്ന് പറയുന്ന ആളുടെ വാലൻസ് ബോണ്ട് തിയറി പ്രകാരമുള്ള സ്ട്രക്ചറും മാഗ്നറ്റിസൊക്കെ ഒന്ന് പറയണം. അപ്പോൾ വിച്ച് മീൻസ് COF6 3- എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതിലെ സെൻട്രൽ ആറ്റം ആരാന്നൊന്ന് മനസ്സിലാക്കുക. ആരാ അതിലെ സെൻട്രൽ ആറ്റം? CO കൊബാൾട്ട് ആണ്. F 1 -1 ആണ്, അപ്പോൾ -6. X വെച്ച് കാണുമ്പോൾ -6 = -3 ആണല്ലോ. X = -3 + 6 ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ് കിട്ടുക? +3 എന്ന് കിട്ടും. കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +3 ആണ്. ഇനി നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്, കൊബാൾട്ടിന്റെ അറ്റോമിക് നമ്പർ സ്കൂൾ ടൈമിൽ ഫീ കൊടുക്കാതെ കൊബാൾട്ട് 27. നിങ്ങൾ D ബ്ലോക്കിൽ പഠിച്ചിട്ടുണ്ടാവും ട്രിക്കൊക്കെ. 27 3+ ഉണ്ട്, 3+ ആണ്. 27 ആകുമ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതുക? ആർഗൺ 3d7 4s2 എന്നാണ് സാധാരണ എഴുതാറ്. പക്ഷേ 3+ 3 ഇലക്ട്രോണിനെ കൊടുക്കണം. അപ്പോൾ 4s 2 ഇലക്ട്രോണും 3d 1 ഇലക്ട്രോണും കൊടുത്തു, ബാക്കി 3d 6 ഉണ്ടാവുള്ളൂ. നോക്കണേ, 3d ബാക്കി ആരേ ഉണ്ടാവുള്ളൂ? 6 ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ 3d ഒന്ന് വരച്ചു നോക്കുക. ആ 3d ഇങ്ങനെ വരക്കുക. 1 2 3 4 5 വരച്ചു. 3d ആണ്, 6 ഇലക്ട്രോൺ. 1 2 3 4 5 6 ഇലക്ട്രോൺ. ഇനി മക്കളെ നിങ്ങളോട് ചോദിക്കുന്നത് മാഗ്നറ്റിസം ആണ്. മാഗ്നറ്റിക് മൊമെന്റ് മ്യൂ കാണാൻ പറഞ്ഞാൽ √n × n+2. ആരാ n? നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോണാ, വിച്ച് മീൻസ് √ പെയറില്ലാത്തത് 1 2 3 4. 4 × 4 + 2 എന്ന് പറയുമ്പോൾ 6, വിച്ച് മീൻസ് √24 ബോർ മാഗ്നറ്റോൺ. ഇനി ഒരു കാര്യം മനസ്സിലാക്കണേ മക്കളെ, 4 ഇലക്ട്രോൺ ആണ് നിങ്ങൾക്ക് അൺപെയർഡ് ആയിട്ടുള്ളത്. അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഒരേത് നാച്ചുറാ കാണിക്കുക? പാരാമാഗ്നറ്റിക് നാച്ചുറാ കാണിക്കുക. എല്ലാവർക്കും പെയർഡ് ആണെങ്കിൽ അത് ഡയാമാഗ്നറ്റിക്. ആരെങ്കിലും ഒരാൾ അൺപെയർഡ് ഉണ്ടായാൽ മതി. ഏത് നാച്ചുർ ആവും? അത് പാരാമാഗ്നറ്റിക് നാച്ചുറാണ് ഇവർ കാണിക്കുക. കാരണം ഇവിടെ 4 അൺപെയർഡ് ഉണ്ട്, അപ്പൊ പാരാമാഗ്നറ്റിക്കാ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വരുന്ന F ഫ്ലൂറിൻ എന്ന് പറയുന്ന ആള്, ഇതൊന്ന് പഠിച്ചു വെക്കണേ. വീക്ക് ലിഗാൻഡ് ഉണ്ട്, സ്ട്രോങ് ലിഗാൻഡ് ഉണ്ട്. അയോഡിൻ, ക്ലോറിൻ, ബ്രോമിൻ, ഫ്ലൂറിൻ പോലുള്ള ആളുകളൊക്കെ വീക്ക് ലിഗാൻഡാ. ഫ്ലൂറിൻ എന്ന് പറയുന്ന ആള് വീക്ക് ലിഗാൻഡാ. സ്ട്രോങ് ഉള്ളവരെ പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. CO
NH3CnEnEDTA4- ഇതൊക്കെ സ്ട്രോങ് ലിഗാൻഡ. വീക്ക് ലിഗാൻഡുകളുടെ പേരാണ് ഞാൻ ഈ കൊടുത്തിട്ടുള്ളത്. ഒരാള് വീക്ക് ലിഗാൻഡ, ഫ്ലൂറിൻ വീക്ക് ലിഗാൻഡ. വീക്ക് ലിഗാൻഡ ആണെങ്കിൽ എടാ ഫ്ലൂറിന്റെ കോർഡിനേഷൻ നമ്പർ എത്രയാ? ഫ്ലൂറിന്റെ കോർഡിനേഷൻ നമ്പർ എത്രയാ? ഒരു ഫ്ലൂറിന് ഒരു ബോണ്ട് ഉണ്ടാക്കാൻ പറ്റുക. അപ്പൊ 6 ഫ്ലൂറിന് 6 ബോണ്ട് ഉണ്ടാക്കാം. കോർഡിനേഷൻ നമ്പർ ഓഫ് ഫ്ലൂറിൻ എന്ന് പറയുന്നത് 6 ആണ്. കോർഡിനേഷൻ നമ്പർ ഓഫ് ഫ്ലൂറിൻ എന്ന് പറയുന്നത് 6 ആണ്. 6 ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും. 6 എണ്ണം അങ്ങോട്ട് എണ്ണണം മക്കളെ. 3D കഴിഞ്ഞാൽ 4s ഉണ്ട്, പിന്നെ 4s കഴിഞ്ഞാൽ 4p ഉണ്ട്, 4p കഴിഞ്ഞാൽ 4d ഉണ്ടടാ. 4d ഉണ്ട്, 4d ഉണ്ട്. 6 ആണ് നിങ്ങളുടെ ഫ്ലൂറിന്റെ കോർഡിനേഷൻ നമ്പർ. അപ്പൊ 6 കള്ളി എണ്ണുക. 6 കള്ളി എങ്ങനെ എണ്ണുക? 1 2 3 4 5 6. 6 കള്ളി എണ്ണിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആള് ആരാ മക്കളെ? 6 കള്ളി എണ്ണിയപ്പോ നിങ്ങൾക്ക് കിട്ടിയ ആൾക്കാര് ഒരു S ഉണ്ട്, ഒരു S. എത്ര P യാ? 1 2 3 3 P യാ, sp3. എത്ര D യാ? 2 D യാ, sp3d2. ഇവരുടെ ഹൈബ്രിഡൈസേഷൻ ഏതാ? sp3d2. അതാണ് സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏത് ഹൈബ്രിഡൈസേഷനാ? sp3d2. കോർഡിനേഷൻ നമ്പർ ഒരു ഫ്ലൂറിന് ഒരു ബോണ്ട് ഉണ്ടാക്കാൻ പറ്റുക. 6 ഫ്ലൂറിന് 6 ബോണ്ട് ഉണ്ടാക്കാം. അപ്പൊ കോർഡിനേഷൻ നമ്പർ 6. അപ്പൊ 6 കള്ളിന്റെ എണ്ണ 4s 4p 4d. 6 കള്ളിന്റെ എണ്ണ 6 കള്ളിന്റെ ഒരു S, 3p, p3, 2d, d2. sp3d2 ആണെങ്കിൽ അയാളുടെ ഷേപ്പ് പഠിക്കണം. sp3d2 ആണെങ്കിൽ അയാളുടെ ഷേപ്പ് പഠിക്കണം. ഒക്ടാഹിഡ്രൽ ഷേപ്പാണ്. sp3d2 ആണെങ്കിൽ അയാളുടെ ഷേപ്പ് എന്താ? ഒക്ടാഹിഡ്രൽ ആണ്. അതാണ് സ്ട്രക്ചർ കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. ഒക്ടാഹിഡ്രൽ ഷേപ്പാണ് ഈ COF6 3- ഇത് പഠിച്ചു വെച്ചോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാലൻസ് ബോണ്ട് തിയറിയുടെ ലിമിറ്റേഷൻ. ഒന്ന്, അതിൽ കൂടുതലും അസംഷൻസ് ആണ്. വാലൻസ് ബോണ്ട് തിയറി എന്ന് പറയുന്നത് തന്നെ കൂടുതലും അസംഷൻ ആണ്. അസംഷനുകൾ കൊണ്ട് നിറഞ്ഞൊരു സാധനമാണ് ഈ വാലൻസ് ബോണ്ട് തിയറി. അതുകൊണ്ട് അത്രത്തോളം അഡാപ്റ്റബിൾ അല്ല. പിന്നെ അതിൽ കളേർഡ് കോമ്പൗണ്ട്സിന്റെ ഫോർമേഷനെ കുറിച്ചൊന്നും വൃത്തിക്ക് പറയണില്ല. കളറുള്ള കോമ്പൗണ്ടുകൾ ഉണ്ടാവുന്നതിനെ കുറിച്ചൊന്നും ഈ വാലൻസ് ബോണ്ട് തിയറിയിൽ വൃത്തിക്ക് പറയുന്നില്ല എന്നുള്ളതും അതിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്. വേറെയും കുറെ ഉണ്ട്. ഈ 2 ലിമിറ്റേഷനൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ അത് വളരെ നല്ലതാണ്. അപ്പൊ മക്കൾ എത്ര ഉള്ളൂ? നമ്മള് പ്രോബ്ലമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഈ ചാപ്റ്ററുകളിൽ 5 ചാപ്റ്ററുകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയത് മിനിമം എങ്കിലും പഠിക്കണം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത്. ഓക്കെ അല്ലേ? പറഞ്ഞിരിക്കുക, നല്ല ഉഷാറായിട്ട് പഠിച്ച് അടിപൊളിയായിട്ട്. പഠിക്കാതിരുന്നാൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, നമുക്കൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് തന്നെ നഷ്ടം. പഠിച്ചോ, പഠിക്കാതിരിക്കരുത്. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ, താങ്ക് യു.